ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപീഠത്തിലും ദുരൂഹത. ശില്പങ്ങൾക്ക് രണ്ടാമതൊരു പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായി ദ്വാരപാലക ശില്പത്തിന്റെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ആദ്യമുണ്ടായിരുന്ന പീഠങ്ങളുടെ നിറം മങ്ങിയപ്പോൾ പുതിയത് നൽകിയെന്ന് 3 പവൻ സ്വർണം ഉപയോഗിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് കാലമായതിനാൽ നേരിട്ട് പോകാതെ കൊടുത്തുവിടുകയായിരുന്നു. എന്നാൽ പുതിയ പീഠങ്ങൾക്ക് അളവ് വ്യത്യാസം ഉണ്ടെന്ന് ദേവസ്വം അറിയിച്ചു. ഇപ്പോൾ സ്വർണ്ണപീഠത്തെക്കുറിച്ച് തിരക്കിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്നും സ്പോൺസർ പറയുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനാണ് ചേരുന്നത്. മിഥുൻ, അടിമുടി ദുരൂഹമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായിട്ടും ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളി എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു ഇതുവരെ ഉയർന്നിരുന്നത്. ഇപ്പോൾ സ്വർണ്ണപ്പാളി മാത്രമല്ല, വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളി മാത്രമല്ല, ആ വിഗ്രഹത്തിന്റെ ഒരു താങ്ങ് പീഠമുണ്ടായിരുന്നു. ആ പീഠം കൂടി ഇപ്പോൾ കാണാനില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് 2019 ഈ ദ്വാരപാലകത്തിന്റെ ഒരു പാളി നിർമ്മിച്ച് നൽകിയിരുന്നത്. പക്ഷേ അതിന്റെ ഏതാണ്ട് ഒരു വർഷത്തിനകം തന്നെ അതിന്റെ പീഠത്തിൽ ഒരു ചെറിയ നിറവ്യത്യാസം കണ്ടതിനെ തുടർന്ന് ദേവസ്വം ഈ സ്പോൺസറെ ബന്ധപ്പെട്ട് ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയെങ്കിൽ ആ നിലവിലുള്ള പീഠം അത് ഊരി അയക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ വഴിപാട് സാധനമായതിനാൽ അത് പുറത്തേക്ക് കൊണ്ടുപോകാനാകില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പീഠം നിർമ്മിച്ചു നൽകൂ എന്നാണ് ദേവസ്വം ഈ സ്പോൺസറോട് ആവശ്യപ്പെട്ടത്. പക്ഷേ മറ്റൊരു പീഠം നിർമ്മിച്ച് നൽകാൻ ഈ കോവിഡ് കാലമായതിനാൽ ഇതിനെ കൃത്യമായി അളവുകൾ എടുക്കുന്നതിൽ സാധിച്ചില്ല. ആ സമയത്ത് ആശാരിയെ ഇവിടേക്ക് എത്തിക്കുന്നത്, ഈ സന്നിധാനത്തേക്ക് എത്തിക്കുന്നത് പ്രായോഗികമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് മറ്റൊരു സ്വർണ്ണപ്പാളി ഇതുമായി ബന്ധപ്പെട്ട, അതായത് പീഠവുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണപീഠം നിർമ്മിച്ച് നൽകിയിരുന്നത്. അതിന് ഏതാണ്ട് 3 പവനോളം രൂപ 3 പവനോളം തൂക്കമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ പാളി, പുതുതായി നിർമ്മിച്ച ഈ പാളി കൂടി അവിടെ എത്തിച്ചു നൽകിയതോട് ആ പാളിയും അളവിൽ ചില വ്യത്യാസം അത് ഘടിപ്പിക്കാൻ സാധിച്ചില്ല. കാലം നീണ്ടപ്പോൾ ഇതുമായി കൂടുതൽ മുന്നോട്ട് പോയില്ല. അത് അവിടെ തന്നെ സൂക്ഷിക്കുന്നുണ്ടാകുമെന്നുള്ളതായിരുന്നു ഈ സ്പോൺസർ വ്യക്തമാക്കിയത്. ഈ സ്പോൺസർ കരുതിയിരുന്നത്, ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് ഇത് സ്പോൺസർ ചെയ്തിരുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കരുതിയിരുന്നത് അത് ഇവിടെ തന്നെ ക്ഷേത്രത്തിന്റെ ലോക്കറിൽ തന്നെ ഉണ്ടാകും, ക്ഷേത്രത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളികൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരമുണ്ട്. അപ്പോൾ അതിന്റെ സ്പോൺസറെ കൂടി കോടതി പരിഗണിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇതിന്റെ മറ്റൊരു പാളി കൂടി നിർമ്മിച്ച് നൽകിയിരുന്നു എന്നുള്ള കാര്യം സ്പോൺസർ ദേവസ്വം ബോർഡിനെ അറിയിച്ചത്. ആ പാളി എവിടെയായിരുന്നു? അതായത് അങ്ങനെയെങ്കിൽ 2 പാളി ഉണ്ടാകണമായിരുന്നു. അപ്പോൾ ഈ അളവിൽ മാറ്റം വരാതിരിക്കാൻ ഈ രണ്ടാമത് കൂടി നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി കൂടി ഉരുക്കി പുതിയത് കൂട്ടിച്ചേർക്കാനുള്ള നിർദ്ദേശമാണ് ഈ സ്പോൺസർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ ഈ കാര്യത്തിൽ രണ്ടാമത് നിർമ്മിച്ച് സ്ഥാപിക്കാൻ സാധിക്കാതിരുന്ന അളവിലെ വ്യത്യാസം മൂലം സ്വർണ്ണപീഠത്ത് എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മിഥുൻ തുടരാം. മിഥുന്റെ റേഞ്ചിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. മിഥുൻ തുടരാം. അപ്പോൾ അത്തരത്തിൽ 2 സ്വർണ്ണ പീഠങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ പീഠങ്ങളുണ്ടായിരുന്നു. അതിൽ അതുകൂടി കൂട്ടിച്ചേർക്കുക, ഇപ്പോൾ പുതുതായി നിർമ്മിക്കുകയാണെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർക്കാനുള്ള ഒരു നിർദ്ദേശത്തിന്റെ ആശയവിനിമയത്തിനിടെയാണ് ഈ രണ്ടാമത്തെ പാളി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാതെയായത്. അതാണ് ഇപ്പോൾ കൂടുതൽ ദുരൂഹതയിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ രണ്ടാമത്തെ പാളി എവിടെ പോയി, ഈ പീഠത്തിന്റെ പാളി എവിടെ പോയി എന്നുള്ള ചോദ്യം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് എന്ത് നൽകുകയാണെങ്കിലും, ചെറിയതോ വലുതോ ആയിട്ടുള്ള എന്ത് വഴിപാടുകളാണെങ്കിലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള മഹസർ രേഖകൾ ഉണ്ടാവണം. എന്നാൽ ഈ രണ്ടാമത്തെ സ്വർണ്ണപ്പാളിക്ക് കോവിഡ് കാലത്ത് സമർപ്പിക്കുകയും അത് അളവിലെ വ്യത്യാസം കൊണ്ട് സ്ഥാപിക്കാൻ കഴിയാതെയും വന്ന രണ്ടാമത്തെ സ്വർണ്ണപ്പാളിക്ക് മഹസർ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ
കൂടുതൽ വ്യക്തത വരും മണിക്കൂറുകൾ വരുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ സ്പോൺസർക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു മറുപടി ദേവസ്വം ബോർഡിന് നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ സ്വർണ്ണപ്പാളിക്ക് പുറമെ ഈ സ്വർണ്ണപീഠവും ഈ ശബരിമലയിൽ നൽകിയ ഈ സ്വർണ്ണപീഠവും സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ദേവസ്വം പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഈ വിഷയം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ സ്പോൺസർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും മിഥുൻ, എന്തായാലും ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടയിലാണ് ഈ സ്വർണ്ണ പീഠത്തിലും ദുരൂഹത നിറയുന്നത്. ശില്പങ്ങൾക്ക് രണ്ടാമതൊരു പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായിട്ടാണ് ദ്വാരപാലക ശില്പത്തിന്റെ സ്പോൺസർ തന്നെ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹമാണ് സ്പോൺസർ. ആദ്യമുണ്ടായിരുന്ന പീഠങ്ങളുടെ നിറം മങ്ങിയപ്പോൾ പുതിയത് നൽകിയെന്നും 3 പവൻ സ്വർണം ഉപയോഗിച്ചതായിട്ടുമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ കോവിഡ് കാലമായതിനാൽ നേരിട്ട് പോകാൻ സാധിച്ചില്ല, കൊടുത്തുവിടുകയായിരുന്നു. എന്നാൽ പുതിയ പീഠങ്ങൾക്ക് അളവ് വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം അറിയിച്ചു. ഇപ്പോൾ സ്വർണ്ണപീഠത്തെക്കുറിച്ച് തിരക്കിയെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സ്പോൺസർ പങ്കുവയ്ക്കുന്ന ആശങ്ക. എന്തായാലും ഈ വിഷയത്തിലെല്ലാം തന്നെ കൂടുതൽ ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടാകണം. അന്വേഷണ പരിധിയിൽ ഈ വിഷയം കൊണ്ടുവരണമെന്ന ആവശ്യം സ്പോൺസർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.